ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങ് വിളിച്ചു. എനിക്ക് നല്ല വിശപ്പ് പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് ഹൈ റേഞ്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ചത് നല്ല ഫുഡാണ്. അതിന് മാറി ചെല്ലുമ്പോൾ എനിക്ക് ചുമ്മാ വരുവാണെങ്കിൽ തരട്ടെ. നീ ഇത് കേട്ടിട്ട് താലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നടുക്കൊരു മീൻകറി. എനിക്ക് നല്ല വിശപ്പ് കേട്ടോ, വിശന്നിട്ട് വയ്യ. ആ നടുക്കത്തെ മീൻകറി എടുത്തു, ഒരു കഷ്ണം മീൻ, ഒരു 2 പച്ചമുളക് കയറി അതിന്റെ മുകളിൽ കിടപ്പുണ്ട്. പിന്നെ മൊത്തത്തിലൊരു കുഴമ്പനൊരു സാധനം. ആ കൊച്ചു വെള്ളമൊക്കെ കൊണ്ടിരിച്ചു. എന്റെ ദൈവമേ, നല്ല മീൻകറി മേടിച്ചു കൊടുക്കുന്നത്. എന്റെ കേട്ടോ, ആ മീൻകറി ആ ചൂടൻ ചോറിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ എന്നെ കുഴച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു മുളകെടുത്തു, കടിച്ചു. ഒരൊറ്റ കറിയാ തുടങ്ങിയില്ല, തൊട്ടില്ല. അവിടെ പപ്പടം ഇരിപ്പുണ്ട്, പപ്പടം തൊട്ടില്ല. ഇനി ഉണ്ടാക്കുന്ന എന്നാ സാധനം എന്റെ മോള് ചോദിച്ചു. മോളിൽ 1 കിലോ പോത്തെടുത്തേ, പോത്തെടുക്കുക. ആദ്യം ഒരു 2 അടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടില്ലേ, മുളകും മല്ലി അന്നേരം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ശരിക്കങ്ങ് അരയ്ക്കുക. വെണ്ണ പോലെ അരയ്ക്കാന്ന് പറയും. ആ വെണ്ണ പോലെ അരച്ചു അതിങ്ങ് എടുക്കുക, കുറച്ച് ഉപ്പും വാരി ഇടുക. അത് ശരിക്കും അങ്ങോട്ട് തിരുമ്മി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വയ്ക്കുക. സ്റ്റൗ ഓണാക്കും. എന്നിട്ട് നേരെ അതും കൂടെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവശ്യമുള്ള ഇഞ്ചി, ഒരു 5 ചെറിയ ഉള്ളി, ചുമ്മാ സവോളയൊന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞ് ഇതൊന്നും ചെയ്യരുത്. 5 ഉള്ളി 4ആയിട്ട് കീറിയിടുക, ഒരു ശകല ഇഞ്ചി ഒരു കുറെ അരിഞ്ഞിടുക, ഒരു 4 പച്ചമുളക് എടുക്കുക, കീറിയിടുക. ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്നിട്ട് വേവിക്കും. നമുക്ക് വീട്ടിൽ കഴിക്കുമ്പോൾ നല്ല നാടൻ ചട്ടിയില്ലേ, മൺചട്ടി, അകലം വേവിച്ചോ. വേവിച്ച് കഴിഞ്ഞിട്ട് അരവേവ് 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം. മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കിടന്നത് ഇങ്ങനെ വെച്ച് വെക്കും. ആ 1/4 വേവില് പാകമായി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചീനിച്ചട്ടിയിലേക്ക് ഒരു 4 അടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഉലുവ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടിട്ട് 3-4 പൊട്ട് പൊട്ടി. ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വേറെ ഒന്നും ഇടുന്നത്, ഇച്ചിരി ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞിടുക, കുറച്ച് കറിവേപ്പില മണി ഇട്ടു. ഈ സാധനം കാണിച്ചു മൊത്തം ഇങ്ങനെ ഇളക്കി മറിച്ച് അങ്ങോട്ട് വയ്ക്കുക, മൂടി. അത് തിന്നാൻ നേരത്തെ മൂടി ഉറക്കുക. ഒരു മണം അങ്ങോട്ട് വരുടി ചക്കര എന്നത് മണം. ആ മണം. ഇപ്പൊ എത്ര ക്രൂസ് ഇവിടെ ഉണ്ട്, കുറെ പേര്. ഈ നിൽക്കുന്ന എല്ലാവരുടെയും വായിന്ന് വെള്ളം വന്നിട്ട് പറയട്ടെ, നല്ല വെന്ത ചോറ്, ഉരുട്ടിയ ഉരുള, ഒരു കറിയും വേണ്ട. ഒരു പാത്രത്തില് ആ പോത്തർച്ചയും എടുത്ത് വയ്ക്കുക. അതിന്റെ മുകളില് നല്ല ചക്കരക്കല്ല പോലെയുള്ള തേങ്ങാക്കൊത്തും അത് നോക്കിയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ മെഴുകുള്ളൂ. ആ ഉരുള എടുത്തിട്ട് ഇങ്ങനെ മുക്കിയാച്ച് അതാ കഴിച്ചിട്ട് ഒരു കഷ്ണം പുളിശ്ശേരി കൂടെ ഒഴിച്ചോട്ടെ. പുളിശ്ശേരി പിന്നെ രണ്ടാമത് ആ പുളിശ്ശേരി ഒഴിക്കാവുള്ളൂ. രണ്ടാമത് ഇച്ചിരി ചോറ് മേടിക്കൂലേ, അതൊക്കെ ബീഫിന്റെ ഇച്ചിരി ചാറ് ഒഴിക്കുക, പുളിശ്ശേരി ഇച്ചിരി ഒഴിക്കുക. കുമ്പളങ്ങ ഏറ്റവും